ഹലോ നമസ്കാരം, വെൽക്കം ടു സജീസ് ഫ്ലവർ. നമ്മുടെ ക്രിസ്മസ് പുഡിങ് റെഡിയാണ് കേട്ടോ. ഇംഗ്ലീഷുകാരുടെ അല്ലെങ്കിൽ യൂറോപ്യൻസിൻ്റെ, പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ക്രിസ്മസ് വിഭവമാണ്. അവർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫാറ്റാണ് ഉപയോഗിച്ചിരുന്നത്, ആനിമൽ ഫാറ്റാണ് ഉപയോഗിച്ചിരുന്നത്. അതാണ് ക്രിസ്മസ് പുഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ നമ്മൾ നല്ലൊരു റെസിപ്പിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആനിമൽ ഫാറ്റൊന്നുമല്ല. നമുക്ക് ഇതിന് പല പേരുകളുണ്ട്. ഇതിൻ്റെ പേര് തന്നെ പ്ലം കേക്ക് പുഡിംഗ് എന്നും പറയും, പിന്നെ ഫിഗ്ഗി പുഡിംഗ് എന്നും പറയും. അപ്പോൾ ഒരു ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പുഡിങ്ങാണ്. പുഡിങ്ങിന് മറ്റുള്ള ഇന്നും ഒരു വ്യത്യാസമില്ല, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പുഡിങ്ങാണിത്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ടേസ്റ്റും അടിപൊളിയാണ്. എന്നാലും ഫ്രൂട്ട്സൊക്കെ നിങ്ങൾക്ക് ആവശ്യം പോലെ ഇടാം, പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ആൾക്കോളിക് എന്തെങ്കിലും ചേർത്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇപ്പോൾ ബ്രാൻഡി റമ്മ ഒഴിച്ച് അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നമുക്ക് സ്റ്റീം ചെയ്യാം, വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം. താങ്ക് യു. നമുക്ക് ആരംഭിക്കാം അല്ലേ? അതിന് വേണ്ടി നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ആണോ അവൈലബിൾ അതെല്ലാം നിങ്ങൾ എടുക്കുക. അപ്പോൾ നമ്മളതുപോലെ നമ്മൾ മസാലകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ട പോലെ തന്നെ മസാല. അതുപോലെ നമുക്ക് വേണ്ടത് ഒരു 50 ഗ്രാം ബ്രൗൺ ഷുഗറാണ് വേണ്ടത്. ബ്രൗൺ ഷുഗർ ഞാൻ ഉപയോഗിക്കുന്നില്ല, അതിന് പകരം ഞാൻ കുറച്ച് 50 ഗ്രാം ഷുഗർ കാരമൽ ചെയ്തിട്ടോ, മനോഹരമായിട്ട് കാരമൽ ചെയ്തെടുത്തു. അതായത് നമ്മൾ മുൻ വീഡിയോയിലൊക്കെ കണ്ട പോലെ തന്നെ എത്ര ഷുഗറാണോ എടുക്കുന്നത് അതിൻ്റെ പകുതിയായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കണം കേട്ടോ. അതിനുശേഷം 125 ഗ്രാം ബട്ടർ നമ്മൾ മെൽറ്റാക്കി, അതായത് സോഫ്റ്റാക്കിയ ബട്ടർ നമ്മൾ എടുക്കുകയാണ് കേട്ടോ. അതിൽ പൗഡർ ഷുഗറാണ് ഇടേണ്ടത്. നിങ്ങൾ പൗഡർ ഷുഗർ ഇടുകയാണെങ്കിൽ നല്ലത്. നമ്മൾ അത്ര തന്നെ ഷുഗർ ഇട്ടു കേട്ടോ. ഷുഗർ നന്നായിട്ട് അലിയിച്ചെടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. അതായത് പൗഡറാക്കി നമുക്ക് ഇടുകയായിരിക്കും ബെറ്റർ. അതുപോലെ നമ്മൾ കരുതി വെച്ചിരിക്കുന്ന ഒരു 50 ഗ്രാം നമ്മുടെ കാരമൽ ചെയ്ത ഷുഗർ ഇട്ടു. പിന്നെ ഒരു 20 ml അതാ നമുക്ക് മൊളാസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ നല്ല കട്ടിയുള്ള എടുത്തു. അപ്പോൾ നന്നായിട്ട് നല്ല മിക്സ് ചെയ്തെടുത്തു. വളരെ സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അത് ആർക്കും വീട്ടിൽ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മൾ കുറച്ച് സെറ്റ്സ്, അതായത് നമ്മുടെ ചെറുനാരങ്ങ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് കേട്ടോ, അതിൻ്റെ സ്കിന്ന്. പിന്നെ നമ്മുടെ സ്ഥിരം കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന ഏലക്കായും പട്ടയും ഗ്രാമ്പുമൊക്കെ പൊടിച്ചൊരു പൊടി. നിങ്ങൾ കണ്ട എല്ലാ മസാലകളും നമ്മൾ പൊടിച്ചു കേട്ടോ. നട്ട്മഗ് ചേർത്തിട്ടുണ്ട്, ജാതിക്ക കേട്ടോ. അതിനുശേഷം ഒരു 1 സ്പൂണ് വനില എസൻസ്. ആ മുട്ടയുടെ സ്മെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ട് എപ്പോഴും അത് നല്ലതാണ് കേട്ടോ. ഇനി നമ്മൾ 2 മുട്ട ചേർക്കുന്നുണ്ട് കേട്ടോ. മുട്ട ഒന്ന് അടിച്ച് അവിടെ വെച്ചിരിക്കുക. അപ്പോഴേക്കും നമുക്കൊരു അല്പം മൈദ, ഒരു 3 ടേബിൾ സ്പൂൺ, അതായത് ഒരു 50 ഗ്രാം 45 ഗ്രാം ഇട്ടാൽ മതി കേട്ടോ. ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ കൂടി സോഫ്റ്റ് ആവാൻ വേണ്ടി ഞാൻ ഒരു ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് നന്നായിട്ട് അരിച്ച് വെച്ചു. ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്യണം. വേണ്ട, ഫോൾഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇട്ടത്. കേക്ക് നല്ല ഏത് തരത്തിൽ നിങ്ങൾ ഇട്ടാലും അടിപൊളി കേക്കായിരിക്കും, യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോന്ന് എഗ്ഗ്, അത് 2 എഗ്ഗാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചിലരും എഗ്ഗ് മുന്നേ ഒഴിക്കും, നമുക്ക് വേണമെങ്കിൽ ഒഴിക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ മറ്റുള്ള കേക്കുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനൊന്നുമില്ല. അതുപോലെ ഇതിൻ്റെ പേര് തന്നെ അങ്ങനെയാണ്, പ്ലം പുഡിംഗ് എന്ന് പറയും. പിന്നെ ഫിഗ്ഗി പുഡിംഗ് എന്ന് ഞാൻ മുന്നേ പറഞ്ഞില്ല. അതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. മിക്സ് ആയതിന് ശേഷം നമ്മൾ ഇനി ഇടുന്നത്, നമ്മൾ മൈദ വളരെ കുറവെടുത്തുള്ളൂ. ഇനി ഫ്രഷ് ബ്രെഡ് ക്രംസ് ഒരു 100 ഗ്രാം പൊടിച്ച് നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു 6 സ്ലൈസ് ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യം പോലെ നിങ്ങൾക്ക് ഫ്രഷ് ബ്രെഡ് ക്രംസ് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതിനുശേഷം ഫ്രൂട്ട്സ് ഞാൻ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് സോക്ക് ചെയ്ത ഫ്രൂട്ട്സും ഉപയോഗിക്കാം കേട്ടോ. അതിൽ ഞാൻ ഏകദേശം ഒരു 125 ഗ്രാം ഫ്രൂട്ട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സ് നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ അതെല്ലാം നിങ്ങൾക്ക് ഇടാം. ഇംഗ്ലീഷുകാർക്കൊക്കെ അവരുടെ സീസണലായി കിട്ടുന്ന ഫ്രൂട്ട്സുകളൊക്കെ അവർ ഉപയോഗിച്ചിരുന്നു. അവർ റമ്മ് ചേർത്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ബട്ടർ പരറ്റിയ ഒരു സ്റ്റീലിൻ്റെ ബോളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൽ പേപ്പറൊക്കെ വെച്ചാൽ നന്നായിട്ട് നീറ്റായിട്ട് കിട്ടും കേട്ടോ. അത് നമ്മൾ ഏകദേശം 1/2 കിലോനാണ് നമ്മുടെ മിക്സർ ഉണ്ടാക്കുക. അതിൻ്റെ മേലെ നല്ല പേപ്പറൊക്കെ വെച്ച് വെള്ളം അതിൻ്റെ ഉള്ളിൽ പോകാതെ നന്നായിട്ട് അടിപൊളിയായിട്ട്
കവർ ചെയ്യണം. ഞാൻ ഒരു വാക്സ് പേപ്പർ വെച്ചു. വാക്സ് പേപ്പറിന് ശേഷം നല്ല ഫോയിൽ എടുത്തിട്ട് നമ്മൾ കവർ ചെയ്ത് വെക്കണം കേട്ടോ. കാരണം ഒത്തിരി സമയമെടുക്കും. അപ്പോൾ അത് 1-1.5 മണിക്കൂർ, ചിലർ 2 മണിക്കൂർ, അതായത് നിങ്ങളെടുക്കുന്ന ബൗളിൻ്റെ വ്യത്യസ്തത അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക. എന്നിരുന്നാലും ചെറിയൊരു ചൂടിൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുക കേട്ടോ. അടിപൊളി പുഡിങ് നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുഡിങ് നമ്മൾ 1.5 മണിക്കൂർ, 1 മണിക്കൂറും ഒരു 35 മിനിറ്റ് ഞാനത് ബേക്ക് ചെയ്തു കേട്ടോ. അതിനുശേഷം ഞാൻ എടുത്ത് പിറ്റേ ദിവസമാണ് ഞാൻ ഡീമോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം നിങ്ങൾ ഒരു 2 മണിക്കൂർ ഒന്ന് നോർമൽ ടെമ്പറേച്ചറിലാക്കിയതിന് ശേഷം അത് ചെയ്യുക. അപ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ എടുത്ത് കുറച്ച് നേരം പുറത്തൊക്കെ വെച്ച് അതിന് ശേഷം ഒന്ന് നോക്കാം. ചുടുവെള്ളത്തിലാണ് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്ലോറുകൾ നിങ്ങൾ ഏത് ഫ്ലോർ വേണമെങ്കിലും ഉപയോഗിക്കും. ചുമ കൊണ്ട് ഞാൻ മാറ്റിയതാണ് കേട്ടോ. അമ്മ ഡീമോൾഡ് ചെയ്യാം. ഡീമോൾഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഗാർണിഷ് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു അല്പം ഐസിങ് ഷുഗറൊക്കെ എടുത്തിട്ട് ഫ്രൂട്ട്സ് ഇടുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് വെച്ചാൽ മറ്റുള്ള ഐറ്റങ്ങളൊക്കെ കാണാനായിട്ട് തീർച്ചയായും നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള ചാനലിലെ മറ്റുള്ള ഐറ്റങ്ങളൊക്കെ കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ. താങ്ക് യു ടു എവരിബഡി. വിഷ് യു ഓൾ very happy New Year and Christmas. Enjoy the life. Thank you. Sajis Flower Time. Bye.